കോപ്പറേറ്റീവ് എഡ്യൂടെക്കിന്റെ ബാങ്കിംഗ് MCQയിലേക്ക് സ്വാഗതം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ബാങ്ക് ഹാസ് ലോഞ്ച്ഡ് ഐവാച്ച് ബാങ്കിംഗ് പ്രൊജക്ട്? SBI, ICICI, HDFC ആൻഡ് PNB. ഐവാച്ച് ബാങ്കിംഗ് പ്രൊജക്റ്റ് എന്നത് ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്. ഇന്ത്യയിൽ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ ആദ്യമായിട്ട് കൊണ്ടുവരുന്നത് HDFC ബാങ്ക് 2015 ഏപ്രിലാണ്. വാച്ച് പോലുള്ള ഉപകരണങ്ങളിൽ മൊബൈൽ സേവനം ലഭ്യമാക്കുക എന്ന ഒരു പ്രൊജക്റ്റും കൂടെയാണ് ഐവാച്ച് സിസ്റ്റം. ആൻഡ്രോയിഡ്, iOS പോലുള്ള OSകളിൽ പ്രസ്തുത ബാങ്കിംഗ് സേവനം ഈ പ്രൊജക്റ്റ് ഉറപ്പുവരുത്തുന്നു. HDFC ആണ് ഇന്ത്യയിൽ സിസ്റ്റം കൊണ്ടുവന്നതെന്ന് ഓർത്തു വെക്കുക. ഐവാച്ച് പേരിൽ തന്നെ ഉണ്ട്, ഐവാച്ച് ബാങ്കിംഗ്. ഒരു മൊബൈൽ ആപ്ലിക്കേഷനാണ്, മൊബൈൽ ആപ്പാണ്. റൈറ്റ് ആൻസർ സി ഓപ്ഷൻ, HDFC. അടുത്ത ക്വസ്റ്റ്യൻ, നോ ഹു ഡിസൈഡ്സ് ദി മോണിറ്ററി പോളിസി ഓഫ് ഇന്ത്യ? റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ, ബാങ്കിംഗ് അസോസിയേഷൻ ഓഫ് ഇന്ത്യ, മോണിറ്ററി പോളിസി കമ്മിറ്റി, നീതി ആയോഗ്. നിലവിൽ മോണിറ്ററി പോളിസി ഇന്ത്യയിൽ തീരുമാനിക്കുന്നതും ഡെവലപ്പ് ചെയ്യുന്നതും മോണിറ്ററി പോളിസി കമ്മിറ്റി, MPC എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് ഇന്ത്യയിൽ മോണിറ്ററി പോളിസി ഡെവലപ്പ് ചെയ്യുന്നത്. 2016 മുതലാണ് ഈ പുതിയ സിസ്റ്റത്തിലേക്ക് ഇന്ത്യ മാറിയത്. മോണിറ്ററി പോളിസി കമ്മിറ്റി വർഷത്തിൽ 4 പ്രാവശ്യമെങ്കിലും ചുരുങ്ങിയത് മീറ്റിംഗ് കൂടണമെന്നും ആ മീറ്റിങ്ങിലൂടെ രൂപീകരിക്കുന്ന പോളിസി പബ്ലിഷ് ചെയ്യണം എന്നതുമാണ് ഇതിൻ്റെ പ്രത്യേകത. 6 മെമ്പേഴ്സാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഉണ്ടാവുക. 3 മെമ്പേഴ്സ് RBIയിൽ നിന്നും, 3 ഒഫീഷ്യൽസ് ഓഫ് ദി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ. റിമൈനിങ് 3 സെൻട്രൽ ഗവൺമെൻറ് നോമിനീസുമായിരിക്കും. അങ്ങനെ 6 മെമ്പേഴ്സാണ് മോണിറ്ററി പോളിസി കമ്മിറ്റിയിൽ ഉണ്ടാവുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ ആക്ട് 1934 2016 ഫിനാൻസ് ആക്ടിലൂടെ അമെൻമെൻറ്റ് ചെയ്തിട്ടാണ് MPC മോണിറ്ററി പോളിസി കമ്മിറ്റി ഇന്ത്യയിൽ രൂപീകരിക്കുന്നത്. അതിൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ട്രാൻസ്പെറൻസി ആൻഡ് അക്കൗണ്ടബിലിറ്റി, ഇന്ത്യൻ മോണിറ്ററി പോളിസി ട്രാൻസ്പെറൻ്റ് ആക്കുക, കൂടുതൽ അക്കൗണ്ടബിൾ ആക്കുക എന്നൊരു ഉദ്ദേശത്തോടു കൂടിയാണ് മോണിറ്ററി പോളിസി കമ്മിറ്റി ഇന്ത്യയിൽ വരുന്നത്. ഇവിടുത്തെ റൈറ്റ് ആൻസർ സി എന്ന മോണിറ്ററി പോളിസി കമ്മിറ്റിയാണ് മോണിറ്ററി പോളിസി ഓഫ് ഇന്ത്യൻ്റെ മോണിറ്ററി പോളിസി ഇപ്പോൾ തീരുമാനിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ്സ് നോട്ട് ദ ഫംഗ്ഷൻ ഓഫ് ദി RBI? ബാങ്കേഴ്സ് ബാങ്ക്, കൺട്രോൾ ഓഫ് ക്രെഡിറ്റ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്, അലോട്ടിംഗ് മണി ഡയറക്ട്ലി ടു ഫാമേഴ്സ് ഫോർ അഗ്രികൾച്ചറൽ ഡെവലപ്മെൻറ്റ്. തന്നിരിക്കുന്ന ഓപ്ഷൻസുകൾ ബാങ്കേഴ്സ് ബാങ്ക് RBI ഫംഗ്ഷനാണ്, കൺട്രോൾ ഓഫ് ക്രെഡിറ്റ് RBI ഫംഗ്ഷനാണ്, കസ്റ്റോഡിയൻ ഓഫ് ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് അതും RBI ഫംഗ്ഷനാണ്. അലോട്ടിംഗ് മണി ഡയറക്ട്ലി ടു ഫാമേഴ്സ് ഫോർ അഗ്രികൾച്ചർ ഡെവലപ്മെൻറ്റ് എന്നത് RBI ഫംഗ്ഷൻ അല്ല, മറിച്ച് അത് നബാർഡിൻ്റെ ഫംഗ്ഷനാണ്. അതുകൊണ്ട് ഇവിടുത്തെ റൈറ്റ് ആൻസർ ഡി ഓപ്ഷനാണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സെൻറ്റൻസ് ഈസ് നോട്ട് ദി കറക്റ്റ്? RBI was nationalized on January 1st, 1935. RBI's headquarters in New Delhi. In Delhi, RBI is the custodian of foreign currency in India. RBI has 4 deputy governors. നോട്ട് കറക്റ്റാണ് ചോദിച്ചത്. തന്നിരിക്കുന്ന ഓപ്ഷൻസുകളിൽ സെക്കൻഡ് ഓപ്ഷൻ, ബി ഓപ്ഷൻ, RBI's headquarters is in Mumbai, നോട്ട് ഡൽഹി ആണ്. തെറ്റാണ് ആ സെക്കൻഡ് ഓപ്ഷൻ, അതാണ് ഇവിടുത്തെ ആൻസർ. ബാക്കി എല്ലാ ഓപ്ഷൻസുകളും ശരിയാണ്. 4 ഡെപ്യൂട്ടി ഗവർണേഴ്സ് എന്നത് അടക്കമുള്ള ഓപ്ഷൻസുകൾ ശരിയാണ്. ഡൽഹിയിലല്ല ഹെഡ്ക്വാർട്ടേഴ്സ്, മുംബൈയിലാണ്. നെക്സ്റ്റ്, വിച്ച് ഓഫ് ദി ഫോളോയിങ് ടേം ഈസ് നോട്ട് റിലേറ്റഡ് ടു ബാങ്കിങ് സെക്ടർ? ബാങ്കിങ് സെക്ടറുമായി റിലേറ്റ് ചെയ്യാത്ത ടേം ബേസൽ തേർഡ്, ഫോറക്സ് റിസർവ്, സ്റ്റാറ്റുട്ടറി ലിക്വിഡിറ്റി റേഷ്യോ, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി. തന്നിരിക്കുന്ന ഓപ്ഷൻസുകളിൽ ബേസൽ തേർഡ് ബാങ്കിങ്
മായിട്ട് റിലേറ്റഡ് ചെയ്ത ടേമാണ്. ബേസൽ നമുക്ക് അറിയുന്ന സിലബസിൻ്റെ ഭാഗമൊക്കെയാണ്. ബേസൽ കമ്മിറ്റി ഓൺ ബാങ്കിങ് സൂപ്പർവിഷൻ, BCBS എന്ന ഒരു ഗ്ലോബൽ ഒരു സ്റ്റാൻഡേർഡാണ്, ഒരു പ്രൊഡൻഷ്യൽ റെഗുലേഷനാണ് ബാങ്കിങ് ഫങ്ഷൻസ്, ബാങ്കിനെ റെഗുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് 1974 ലോകത്തെ സെൻട്രൽ ഗവൺമെൻറ് ഗവർണേഴ്സ് കൂടിയിട്ട് രൂപീകരിച്ച ഒരു സൂപ്പർവൈസിങ് കമ്മിറ്റി കൂടിയാണ്. പക്ഷെ ബേസൽ അതിൻ്റെ ബേസൽ 1, 2, 3 അല്ലേ. അതുകൊണ്ട് ബേസൽ 3 എന്നത് ഒരു ബാങ്കിങ് ടേം തന്നെ, ഡൗട്ടൊന്നുമില്ല. മറ്റൊന്നുള്ളത് ഫോറക്സ് റിസർവ് ആണ്. ഫോറക്സ് അവിടെ നിൽക്കട്ടെ. സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ എന്ന SLR, മാർജിനൽ സ്റ്റാൻഡിംഗ് ഫെസിലിറ്റി എന്ന MSF ഒക്കെ മുമ്പ് വീഡിയോ ചെയ്തതാണ്. വീഡിയോയിൽ വളരെ കൃത്യമായിട്ട് എന്താണ് എങ്ങനെയാണ് അതൊക്കെ വിവരിച്ചതാണ്. ഇവിടെ B ഓപ്ഷനായ ഫോറക്സ് റിസർവ് എന്ന ഈ ടേം ബാങ്കുമായിട്ട് ഡയറക്റ്റ് റിലേറ്റഡ് ആയില്ല. കാരണം ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ്സ് അല്ലെങ്കിൽ ഫോറക്സ് റിസർവ്, ഇനി ചുരുക്കമാണ് ഫോറക്സ് റിസർവ് അല്ലെങ്കിൽ FX റിസർവ് എന്ന് പറയാറുണ്ട്. FX റിസർവ് അപ്പോൾ എല്ലാം ഒന്നാണ്. ഫോറിൻ എക്സ്ചേഞ്ച് റിസർവ് എന്ന ഈ ഫോറക്സ് റിസർവ് ശരിക്കും സെൻട്രൽ ബാങ്ക് അതല്ലെങ്കിൽ മോണിറ്ററി അതോറിറ്റി, സെൻട്രൽ മോണിറ്ററി അതോറിറ്റി പോലുള്ള ഓർഗനൈസേഷനുകളാണ് ഡീൽ ചെയ്യുക. അതൊരിക്കലും ബാങ്കിൻ്റെ ഒരു പരിധിയിൽ വരുന്ന ഒരു ടേം അല്ല. അതുകൊണ്ട് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ഫോറക്സ് റിസർവ് എന്ന B ഓപ്ഷനാണ് റൈറ്റ് ആൻസർ. താങ്ക്സ് ഫോർ